Hello guys, welcome back to the yet another video of Renju Bhagya Bhagya Vlogs. Okay, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യയുടെ അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈം അല്ല വിരുന്നായിട്ടേ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരു വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണോ വെച്ചാല് ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു സ്പെഷ്യലാണ്. നമ്മള് ഇതുവരെ അങ്ങോട്ട് ഇടക്കിടക്ക് പോവാറുണ്ടല്ലാതെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. വിരുന്നിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവര് മാത്രം വന്നു. അല്ലാതെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു വിളിയാണ് വീട്ടിലേക്ക്. നമ്മളെ വീട്ടിലേക്ക് പിന്നെ അവര് വന്നിട്ടില്ല. അപ്പൊ അവര് വന്ന് ഫുഡ് കഴിക്കാൻ വിരുന്നിനാണ് വന്നത് ലാസ്റ്റ്. പിന്നെ പ്ലാൻ ഉണ്ടായാലൊക്കെ പോകാം അപ്ഡേറ്റ് ചെയ്യാം. സോ എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാൻ എൻജോയ് ചെയ്യാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ ഷോ. ആൻഡ് വേറെ എന്താ പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പോകുന്നൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ. ഇവിടെ കിച്ചണിലെ ഒരുക്കങ്ങളാണ്. അമ്മ ഇവിടെ തലയിലുള്ള ഈ റാപ്പൊക്കെ കണ്ടില്ലേ, പക്ഷെ ഇതിന്റെ ബാഗാണ്. മുട്ട പൊഴിഞ്ഞു ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. എന്ത് സാധനം വാങ്ങാണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പുറത്തു പോകാനുണ്ടാവും. വേറെ എന്തെങ്കിലും പറയണം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. പൂരി ആൻഡ് ബാജിക്കറി. ഇത് പറഞ്ഞു മൂടി ഇറക്ക്. ബാജിക്കറി ഉണ്ട്, പിന്നെ പുഴുങ്ങിയ മുട്ട. ഇത് സ്ഥിരമായിട്ടുള്ള സംഭവം. മുട്ടയും പാലില്ലാതെ പറ്റില്ല എനിക്ക്. പിന്നെ ഞാൻ വന്നതിന് ശേഷം പാല് കുടിക്കില്ല ഞാൻ. മുട്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഓക്കെ. തകൃതിയിൽ പണിയിലാണ് ഗൈസ്. എനിക്ക് ടൗണിൽ പോകേണ്ട ഒരാവശ്യമുണ്ട്. ഇന്നലെ ഞങ്ങളൊരു 2 പാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 2 എനിക്ക് ടൈറ്റാണ്. അതുകൊണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം. പിന്നെന്താ 1-2 സാധനങ്ങളോട് വാങ്ങാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും പോയി തരാം. ഭാഗ്യയുടെ തകൃതി പണിയില്ല. ഓക്കെ, പോയി തരാം. നമുക്ക് ഏതായാലും പോയിട്ട് വരാം. ഇവര് വരുമ്പോഴത്തേക്ക് എത്തണം. പാൻസ് അവിടെ പോയി. ഓക്കെ, ശരി, കൂട്ടെടുക്കണം. മഴ വരാൻ ചാൻസ്. ഓക്കെ, പോയി വരാം. ബൈക്ക് എടുത്തിട്ടാ പോണം. നല്ല മഴയുണ്ട്. പോയി വന്നപ്പോ മഴയും പോയി. വല്ലാത്തൊരു കാലാവസ്ഥ തന്നെ. ഓക്കേ, അങ്ങനെ പണിയൊക്കെ തീർത്ത് ഇവിടെ ഒരാൾ തളർന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും വരാൻ മതി. സന്തോഷം കണ്ടോ? ഞാൻ കുറച്ച് കടയിൽ പോയി കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങി വന്നു. പിന്നെ എൻ്റെ പാൻറ് എക്സ്ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്തു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തെ ഇവിടെ ഏകദേശം പണിയൊക്കെ തീർത്ത്. പിന്നെ ചെറുതായിട്ടൊന്ന് ഞാനും കൈവച്ച് കൊടുത്തു. പിന്നെ ഞാൻ കൈവച്ച വൃത്തികേടാവുന്ന അവള് പറഞ്ഞു. തുടച്ചപ്പോ ചടിച്ചു വരുമ്പോ ടേബിൾ എടുത്തൊന്ന് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി. ചെറിയൊരു കൈ സഹായം. പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ വൃത്തികേടാവുന്ന ഇങ്ങനെ ഓടിച്ചിട്ട്. പിന്നെ 1-2 ചില്ലറ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എക്സ്പോർട്ട് ചെയ്യാനൊക്കെ അതൊക്കെ ചെയ്തിട്ട് അപ്പത്തേ ലേറ്റ് ആയി. ഇനി നമുക്ക് കുളിച്ച് റെഡി ആയി നിൽക്കാം. അവർ വരുമ്പോഴത്തേക്ക് ഒരുപാട് എത്താനായിട്ടുണ്ട്. അപ്പം നമുക്ക് കുളിച്ച് വരാം. യെസ് ഗൈസ്, നമ്മൾ കുളിച്ചോണ്ടിരുന്നപ്പോൾ അച്ഛനും അമ്മയും വന്നു. കുളി കഴിഞ്ഞ് പെട്ടെന്ന് താഴെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അമ്മേന്റെ അണ്ടിപ്പുട്ട്. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ള കമന്റ് ചെയ്യാം. അണ്ടിപ്പുട്ട് എങ്ങനെയുണ്ട്? അണ്ടിപ്പുട്ട് നമ്മള് അരി വറുത്തിട്ട് പല ധാന്യങ്ങളൊക്കെ ലഡുവും എടുക്കും. അങ്ങനെ എല്ലാരും ചായയൊക്കെ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആ ഒരു OTT റിലീസ് എന്ന മൂവി ഏതായിരുന്നു,
പപ്പടക്കളം. അങ്ങനെ ആ മൂവിയൊക്കെ കണ്ടു. പിന്നെ എല്ലാരും കിച്ചണിൽ കയറി, അവരെല്ലാരും പണിയിലായി. പിന്നെ ഓരോരുത്തർ ഓരോ ഡിഷസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടു. പായസം, സാമ്പാർ, അങ്ങനെ ഒരു നാടൻ സദ്യ വൈബ് ഒരു ലഞ്ചായിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ സമയത്തും നോൺ വെജ് അല്ലേ. പിന്നെ എല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞ് കാണും. സാമ്പാറും ചോറും അവിയലും അങ്ങനെ 4 തരം വിഭവങ്ങളും, പിന്നെ നമ്മുടെ മലബാറി സ്പെഷ്യലായിട്ട് നമ്മള് സദ്യയുടെ കൂടെ വെക്കുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. കൂടെ പായസം. അതെ, അങ്ങനെ എല്ലാം കുടിച്ച് കഴിച്ച് ഫില്ലായി. പിന്നെ നമ്മള് എന്ത് ചെയ്യും എന്നുള്ള പ്ലാനിലായിരുന്നു. അവളുടെ അച്ഛന് പിന്നെ വിത്തൗട്ട് ആള് ഷുഗർ ഉള്ളത് കൊണ്ട് പിന്നെ ആള് വിത്തൗട്ടാണ് കുടിക്കാറ്. അപ്പൊ നമ്മള് പായസം ഷുഗർ ഇല്ലാതെ വെച്ചാൽ ചെറിയ രീതിയിൽ. പിന്നെ അമ്മയ്ക്കും ഷുഗറിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, പിന്നെ ആളും ആ രീതിക്കാ കുടിക്കാറ്. അങ്ങനെ പിന്നെ പായസമൊക്കെ കുടിച്ചൊക്കെ സെറ്റായി. പിന്നെ നമ്മൾ എവിടെ പോകും എന്നുള്ള പ്ലാനിലായിരുന്നു നെക്സ്റ്റ്. പിന്നെ ആണെങ്കില് അവളുടെ അമ്മ ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെടീന്റെ വയ്യാലൊരു വൈബ് അടിച്ച് ഇങ്ങനെ നിൽക്കും. അവര് നടത്താണെങ്കിൽ നടത്തും. പിന്നെ കുറച്ചു നേരം ചെടികളൊക്കെ നോക്കി കഴിഞ്ഞ് അവര് പോവാൻ നിൽക്കുന്ന സമയത്താണ് പിന്നെ നമ്മള് ചെറുതായിട്ട് പുറത്തേക്ക് പോവാന്നൊക്കെ ഉള്ള രീതിയിൽ പ്ലാൻ ഇട്ടത്. പിന്നെ നമ്മൾ നേരെ ഇവിടെ അടുത്തുള്ള ലുലുവില് പോകുന്നത്. ആദ്യം നമ്മൾ കുറച്ച് ബീച്ചും ഇതൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പത്തേക്ക് നല്ല മഴ പെയ്തു. മഴയത്ത് ബീച്ചിൽ പോയാൽ എന്ത് ചെയ്യാനാ. അപ്പൊ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ലുലു മോളിലേക്ക് പോകാന്ന് വിചാരിച്ചു. ലുലുലാകുമ്പോൾ പിന്നെ മഴയും കൊള്ളില്ല, പിന്നെ അത്യാവശ്യം ടൈം പാസും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാണ്ടെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അച്ഛനെയും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായത്. എൻ്റെ അച്ഛനും പിന്നെ അവളുടെ ബ്രദറും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ പോയി. മുമ്പിൽ ഇങ്ങനെയുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ വന്ന് വിടുമ്പം ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടവർക്കൊക്കെ ഭയങ്കര പേടിയായിരിക്കും. ഈ സാധനം എങ്ങനെ കെട്ടഴിഞ്ഞ് വീണാലോ എന്നുള്ള ആങ്സൈറ്റി ലെവൽ പീക്കിലായിരിക്കും പോകുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലുലു എത്തിയപ്പോഴത്തേക്ക് ഏകദേശം മഴ ഇങ്ങനെ ശമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പിന്നെ കുടയൊക്കെ എടുത്തിട്ടൊക്കെ അകത്ത് കയറി. അവിടെയാണ് പാർക്കിംഗ് നല്ല ഫുള്ളായിരുന്നു. മഴ ആയതുകൊണ്ട് എല്ലാവരും നമ്മളെപ്പോലെ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ അവിടെ കയറിയതല്ലേന്ന് വിചാരിച്ച് ജസ്റ്റ് നമ്മളൊരു അച്ഛനൊരു ചെരുപ്പ് എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറി. പക്ഷെ 5000 രൂപ. അതെ, ഒരു ചെറിയൊരു ഷൂ. പിന്നെ അതാണ് മഴയത്ത് ഇടാനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ആ പ്ലാന് നമ്മൾ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മള് നേരെ കയറി ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. വെറും 500 രൂപയുടെ സാധനം മേടിക്കാൻ വേണ്ടി കയറിയതാ. ഇപ്പൊ ഈ ബാസ്ക്കറ്റിൽ കിടക്കുന്ന സാധനങ്ങൾ 500 രൂപയുടെ സാധനം മേടിക്കാന്ന് വെച്ചാൽ അമ്മ വന്നത്. ബട്ട് ഇറങ്ങി വന്നപ്പോ 5000 രൂപയുടെ അമ്മ കൺഗ്രാറ്റുലേഷൻ. സന്തോഷമില്ലേ? അങ്ങനെ നമ്മൾ ആ ബില്ലിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നേരെ വന്നിട്ട് ചെറുതായിട്ട് ചായയും സ്നാക്സും കഴിക്കാൻ വേണ്ടി കയറി. അവരെല്ലാരും ചെറിയ ചെറിയ കടികൾ എടുത്തു. പിന്നെ എണ്ണക്കടി ഒഴിവാക്കാൻ നേരിച്ച് നമ്മൾ പിന്നെ വലിയൊരു ഓർഡർ ചെയ്തു. നമ്മള് പിസ്സയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. പിന്നെ എല്ലാവരും ഓരോ പീസ് വെച്ച് എടുത്തു. അച്ഛന് 2 അച്ഛന്മാർക്കും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മള് പിന്നെ യൂത്തന്മാരായതുകൊണ്ട് ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ്സിനോടൊക്കെ ഉള്ള ക്രൈംസ് കൂടുതലായിരിക്കും. അവർക്ക് ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അമ്മ പിന്നെ ടേസ്റ്റ് ഒക്കെ നേരിച്ച് വാങ്ങി. അമ്മ കഴിക്കുന്ന കണ്ടിട്ട് അവളുടെ അച്ഛൻ നോക്കുക, ഇതെന്ത് കൂത്തിയത് പറഞ്ഞിട്ട്. പിന്നെ നമ്മളെല്ലാരും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 6 മണി 7 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. 7 മണി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ പിന്നെ അത്യാവശ്യം ലേറ്റ് ആയി. പിന്നെ അവര് നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് നേരെ പോവാ ചെയ്തത്. നമ്മള് നേരെ വീട്ടിലേക്ക് എത്തി. നമ്മളിത് ഒരു കൊല്ലായി എൻറോൾ ചെയ്തിട്ട്. അപ്പൊ ഇത് ഒട്ടിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഒട്ടിക്കാൻ അല്ല, ഈ കാറിൽ അത് നമ്മൾ പുതിയ കാറല്ലേ, അപ്പൊ അത് ഒട്ടിച്ചിട്ടില്ല. പുതിയ കാറിൽ ഒട്ടിച്ചില്ല, മറ്റേ കാറിലൊക്കെ. പുറത്തുനിന്ന് നോക്കിയാറ തല തിരിഞ്ഞു. തല തിരിഞ്ഞോ? അങ്ങനെ പിന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നേരെ പുറത്തിറങ്ങി. ആ ഒരു എന്താ പറയാ പ്രൗഢഗംഭീര ഒരു നിമിഷം. പെരുമഴ. ഇത് മൂടണം വണ്ടി. കാറ് മൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മള് വീട്ടില് തിരിച്ചെത്തിയിരിക്കാണ്. ഷോപ്പിംഗ് വേണ്ടെന്ന് പറഞ്ഞ അമ്മേനെ കൊണ്ട് 6000 രൂപ ബില്ലുള്ള സാധനം വായിപ്പിച്ചു. ലുലുക്കാർക്കൊരു ഫ്രീ കസ്റ്റമർ. കൊറേ സാധനം പർച്ചേസ് ചെയ്തു. നമ്മള് 2-3 സാധനം എടുത്തു. പപ്പടക്കോലുണ്ടാവുമല്ലോ, അത് പപ്പടക്കോലല്ല, ഇങ്ങനെ കോലല്ല, സംഭവം ഇങ്ങനെ മറിച്ചിടാൻ പിക്കർ. അത് പിന്നെ ഒരു ട്രേ, പിന്നെന്താ ക്രീം ബണ്ണ്, ബെഡ്ഷീറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളും ഒരുപാട് സാധനങ്ങൾ
ഒരുപാട് അമ്മ 500 രൂപന്റെ സാധനം 500 രൂപന്റെ സാധനം വാങ്ങാൻ കയറിയത് അമ്മ 5800 സംതിങ് 6000 രൂപ സോപ്പ് പൊടി അതുപോലെ തന്നെ സോപ്പൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം മേടിക്കാൻ പോയതായിരുന്നു 6000 രൂപയുടെ ബില്ലായി. അപ്പൊ എന്തായാലും നമ്മള് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഫാമിലിയുടെ ഒപ്പമുള്ള ഈ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഫാമിലി വീഡിയോസിനും അതേപോലെ കപ്പിൾ വ്ളോഗ്സിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലുള്ള നല്ല വീഡിയോസിനായിട്ട് എന്തായാലും നമ്മളെ ബെൽ ബട്ടൺ ഐക്കോൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ അപ്പോൾ തന്നെ വരും. അപ്പം നെക്സ്റ്റ് നല്ല വീഡിയോ കാണുന്നതായിരിക്കും. Bye.